കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ നിധിയും സുഭാഷും കൂടി വാഷ്റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവിടുത്തെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ലെന്ന് സുഭാഷ് ഏട്ടനെ വിളിച്ച് പറയുന്നുണ്ട്. അത് കേൾക്കെ നീ ആ ബൾബ് മാറ്റിയില്ലേന്ന് സുഭാഷ് ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ബൾബ് വാങ്ങിയിട്ട് വരാമെന്ന് ഹരീഷ് പറയുമ്പോഴേക്കും മണി 11 കഴിഞ്ഞു. ജംഗ്ഷനിലെ കടകളൊക്കെ അടച്ചു കാണില്ലെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സ്വിച്ചിനും ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, നാളെ രണ്ടും കൂടി മാറ്റാമെന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുളിക്കണ്ടേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും സാരമില്ല, ടോർച്ചെങ്ങാനും കിട്ടിയ എന്ന് നിധിയും പറയുന്നുണ്ട്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഒരു എമർജൻസി ലാമ്പും എടുത്തുകൊണ്ട് ഹരീഷ് അങ്ങോട്ട് ഓടിച്ചെന്ന് അവളുടെ കൈ കൊടുക്കുന്നുണ്ട്. അവൾ അവനെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് പോകുമ്പോഴേക്കും സുധീഷ് ഹരീഷിനെ വഴക്കു പറയുന്നുണ്ട്. സുധീഷ് അവനെയും കൊണ്ട് സുഭാഷിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ദേ വീട് മുഴുവൻ ലൈറ്റ് ഇട്ടു, പക്ഷേ ബാത്റൂമിൽ ലൈറ്റ് ഇടാൻ പറ്റിയില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സോറിയിടാ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും എന്താടാ ഇതെന്ന് നികേഷിനോടായി സുധീഷ് ചോദിക്കുന്നുണ്ട്. അല്ല, ഏട്ടത്തിയെ ഇംപ്രസ് ചെയ്യാനുള്ള തിരക്കിലെ അതങ്ങ് മറന്നുപോയെന്ന് നികേഷും. ഷേ, എന്നെ പറ്റി അവൾ എന്ത് വിചാരിച്ചു കാണും എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹലോ, ഇങ്ങനൊരു കല്യാണം കഴിക്കാൻ പോവാണ്, അത് കഴിഞ്ഞ് ഭാര്യയും കൂട്ടി ഇങ്ങോട്ട് വരുന്ന കാര്യം ഞങ്ങൾ വിളിച്ചറിയിച്ചായിരുന്നോ? ഇല്ലല്ലോ. കല്യാണം കഴിച്ച കാര്യം അറിയിക്കുന്നില്ലെങ്കിൽ വേണ്ട, അത് പ്രതീക്ഷിച്ചതുമില്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുന്നേ ഒന്ന് വിളിച്ചറിയിച്ചായിരുന്നോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അത് അങ്ങനൊരു സിറ്റുവേഷനിലല്ലേടാ നടന്നതെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നടന്നു കഴിഞ്ഞിട്ട് വിളിക്കായിരുന്നില്ലേ? ഇതിപ്പോ സുഭാഷേട്ടൻ അങ്ങോട്ട് വിളിച്ചപ്പോഴാ ഞങ്ങൾ തന്നെ അറിയുന്നേ. ആ ഫോൺ നികേഷ് എടുത്തില്ലായിരുന്നെങ്കിൽ ഈ വീട് ഇതിനേക്കാൾ മോശമായേനെ എന്ന് ഹരീഷ് ഓർമ്മിപ്പിക്കുമ്പോൾ നീ വെറുതെ കുഴപ്പിക്കല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. മതി മതി നിർത്ത്, ഇനി ഇതും പറഞ്ഞ് രണ്ടുപേരും കൂടി വഴക്കിടാൻ നിൽക്കണം എന്ന് സുഭാഷ് അവരുടെ വഴക്കു തീർക്കുമ്പോൾ അതെ, ലൈറ്റ് ഇല്ലെങ്കിൽ അത്രയും മോശമില്ല, അതിനേക്കാൾ മോശമാണ് നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയാലെന്ന് നികേഷും പറയുന്നുണ്ട്. അല്ല, ബാത്റൂം ക്ലീൻ ആണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതൊക്കെ പക്കയാടാ, സ്വന്തമായിട്ട് ഞാൻ തന്നെ ക്ലീൻ ചെയ്തതെന്ന് സുഭാഷും പറയുന്നുണ്ട്. അന്നൊരിക്കൽ ഒരു സ്പ്രേ വാങ്ങിയില്ലായിരുന്നോ, അതെടുത്ത് ബാത്റൂം മൊത്തം അടിച്ച് പക്കയാക്കി വെച്ചിട്ടുണ്ട് ഞാനെന്ന് നികേഷും പറയുന്നുണ്ട്. ഭാഗ്യം. അല്ല, കഴിക്കാൻ എന്താ ഉള്ളെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതൊക്കെ റെഡിയാടാന്ന് സുധീഷ് പറയുമ്പോൾ വായിക്കു കൊള്ളാവുന്നതാണല്ലോ അല്ലേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് ദേഷ്യത്തോടെ ദേ സുധീഷ് ഏട്ടാ, ഓവറാക്കല്ലേ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളൊരു കല്യാണം കഴിച്ചു, ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ വരുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു, ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവനും പറയുന്നുണ്ട്. ദേ ഹരീഷേ, നീയാണിപ്പോ ഓവറായി സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കുമ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആടി വാങ്ങിയിട്ട് നിൽക്കുക ഞങ്ങള്, ഇനി എന്താ ഉണ്ടാവുമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്ന് ഹരീഷും ഒച്ചയെടുക്കുന്നുണ്ട്. ഹരീഷേ മതി നിർത്തിക്കോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എടാ നിങ്ങൾ വഴക്കുണ്ടാക്കല്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും നികേഷ് ഹരീഷിനെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എടാ ഇത്രമാത്രം സംസാരിക്കാൻ ഞാൻ എന്താ പറഞ്ഞേ, അവന്റെ തലക്കിട്ടൊരെണ്ണം കൊടുക്ക വേണ്ടെന്ന് സുധീഷും സുഭാഷിനോടായി പറയുന്നുണ്ട്. എടാ സുധീഷേ നിർത്ത്, ആ കുട്ടി കേൾക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് സുഭാഷും അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് നിധി കുളി കഴിഞ്ഞു വരുന്നത് കണ്ട് കുളി കഴിഞ്ഞോന്നും ചോദിച്ച് നികേഷ് ഓടി വന്ന് ഒരു കസേര എടുത്ത് ഡൈനിങ് ഹാളിൽ ഇട്ടുകൊണ്ട് അവളോട് ഇരിക്കാനായി പറയുന്നുണ്ട്. സുഭാഷേട്ടാ കഴിക്കാൻ റെഡിയല്ലേ, വേഗം ആയിക്കോട്ടെ എന്നവൻ വിളിച്ചു പറയുമ്പോഴേക്കും നിധിയും ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ചോറും പ്ലേറ്റും എല്ലാമായി വന്ന് നിലത്തേക്ക് വെക്കുമ്പോഴേക്കും ഹരീഷും സുധീഷും എല്ലാം ഓടി വന്ന് അവിടെ ചമ്രം പടിഞ്ഞിരിപ്പുണ്ട്. സുധീഷ് അവളോടായി എന്തേ ചൂടെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് ഹരീഷിനോടായി എടാ ഹരീഷേ ആ ഫാൻ ഒന്നിട്ടടാ എന്ന് പറയുന്നുണ്ട്. അതുകൾക്ക് ഹരീഷ് ദേഷ്യത്തോടെ അവനെ നോക്കുമ്പോഴേക്കും വേണ്ട എന്ന് നിധിയും ശരിയാ, ഫാൻ ഇട്ടാലേ ഫുഡ് പെട്ടെന്ന് തണുത്തു പോവും എന്നവളോടായി പറഞ്ഞോണ്ട് എടാ ആ ബാത്റൂമിലെ ലൈറ്റ് മാറ്റുമ്പോഴേ ഫാനും കൂടി ഒന്ന് ശരിയാക്കണമെന്ന് സുധീഷ് ഹരീഷിനോടായി പറയുന്നുണ്ട്. എനിക്ക് സൗകര്യമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതിയെന്ന് ഹരീഷും ദേഷ്യത്തോടെ അവനോട് രഹസ്യമായി പറയുന്നുണ്ട്. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ബാക്കി സാധനങ്ങളുമായി സുഭാഷും നികേഷും എല്ലാം എത്തുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷും നിധിയോടായി അല്ല പ്ലേറ്റ് കൈ പിടിച്ച് കഴിക്കുന്നോ അതോ മേശ വേണോ എന്ന് ചോദിച്ചോണ്ട് എടാ നികേഷേ ആ മേശയൊന്നും എടുത്തേടാ എന്ന് പറയുന്നുണ്ട്. അയ്യോ വേണ്ട, ഇരുന്നോ, എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് നിധി ടെൻഷനോടെ പറയുമ്പോൾ അയ്യോ ടെൻഷനൊന്നും വേണ്ട, ശരിക്കും ഇവിടുത്തെ ഫുഡ് കലക്കനാ എന്ന് നികേഷും പറയുന്നുണ്ട്. സുഭാഷ് ഒരു പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിക്കൊണ്ട് കറികളെല്ലാം ഒഴിച്ച് നികേഷിന്റെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും അവനത് നിധിയുടെ നേരെ നീട്ടിക്കൊണ്ട് ഇതാണ് സുഭാഷ് ഏട്ടന്റെ സ്പെഷ്യൽ കിളിക്കൂട് താലി, കഴിക്കെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴേക്കും നിധിയും അത് വാങ്ങിക്കൊണ്ട് ഞാനും കൂടി താഴെ ഇരിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഏയ് അതൊന്നും ശീലമില്ലാത്തതല്ലേ, അവിടെ ഇരുന്ന് കഴിച്ചോന്ന് സുധീഷ് പറയുമ്പോൾ സാരമില്ലെന്ന് നിധി പറയുമ്പോഴേക്കും ഡാ നികേഷേ നീ ആ പായ ഇട്ട് കൊടുക്കുന്ന സുഭാഷും പറയുന്നുണ്ട്. കസേരയിൽ നിന്ന് എണീറ്റുകൊണ്ട് അയ്യോ വേണ്ട സാരമില്ലെന്ന് നിധി പറയുന്നുണ്ടെങ്കിലും നികേഷ് പായുമായി ഓടിയെത്തുന്നുണ്ട്. നികേഷ് നിലത്ത് പാവിരിക്കുമ്പോഴേക്കും നിധിയും അതിലോട്ടായി ഇരിക്കുന്നുണ്ട്. സുഭാഷ് എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുക്കുമ്പോഴേക്കും എല്ലാവരും കഴിക്കുന്നത് കണ്ട് അവൻ ചിരിയോടെ ഇരിക്കുമ്പോഴേക്കും കഴിക്കുന്നില്ലെന്ന് നിധിയും അവനോടായി ചോദിക്കുന്നുണ്ട്. ഞാൻ കഴിച്ചോളാം. അയ്യോ വെള്ളമെടുത്തില്ലെന്ന് പറഞ്ഞ് അവൻ വെള്ളമെടുക്കാനായി പോകുന്നുണ്ട്. സുഭാഷ് ഒരു ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് നികേഷിനോട് നിധിക്ക് കൊടുക്കാനായി പറയുമ്പോഴേക്കും നിധിയും ആ വെള്ളം വാങ്ങി കുടിക്കുമ്പോഴാണ്
ഉമ്മറത്തെ കട്ടിലിരുന്ന് സിഗരറ്റ് പുകച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അച്ഛനെ അവൾ കാണുന്നത്. പുറത്തിരിക്കുന്ന ആള് എന്നവൾ ചോദിക്കുമ്പോൾ അച്ഛനാണെന്ന് നികേഷ് പറയുന്നുണ്ട്. അത് മനസ്സിലായി. ഫുഡ് എന്ന് നിധി ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുത്തോളാം, മോള് കഴിച്ചോന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് അപ്പോഴേക്കും ഒരു പ്ലേറ്റിൽ ചോറ് വിളമ്പി ഗ്ലാസ്സിൽ വെള്ളവുമായി അച്ഛൻ്റെ അരികിലേക്ക് പോകുമ്പോഴേക്കും എടോ കറികൾ എന്തേലും വേണേ പറഞ്ഞോ കേട്ടോ എന്ന് സുധീഷും അവളോടായി പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് എന്റെ ചേട്ടന്റെ കുക്കിംഗ് എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നല്ലതാണെന്ന് നിധിയും പറയുന്നുണ്ടേ. സുഭാഷ് അച്ഛന് ചോറ് കൊണ്ട് കൊടുക്കുമ്പോഴേക്കും അദ്ദേഹം ആ സിഗരറ്റ് കുറ്റി പുറത്തേക്ക് വലിച്ചെറിഞ്ഞുണ്ട് ബ്രാൻഡി കുപ്പിയുടെ മൂടി തുറന്ന് കുറച്ച് ബ്രാൻഡി വായിലേക്ക് ഒഴിച്ച് പിന്നീട് ആ ചോറ് പ്ലേറ്റ് എടുത്ത് ചോറ് കഴിക്കുന്നുണ്ട്. പിന്നീട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് സുധീഷ് കിടക്കാനായി വരുമ്പോഴേക്കും ഈ മുറിയിലേക്കാണോ എന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അല്ലാതെ എത്ര നേരം എന്ന് വെച്ചാൽ ആ മുറി നിൽക്കുന്നേ, അതിനുറങ്ങണ്ടേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഹരീഷേട്ടാ മുറി സെറ്റല്ലേ എന്ന് നികേഷ് വിളിച്ച് ചോദിക്കുന്നുണ്ട്. മുറി സെറ്റോ എന്ന് സുധീഷ് അമ്പരപ്പോടെ ചോദിക്കുമ്പോഴേക്കും ഇതൊക്കെ സെറ്റാണെന്ന് പറഞ്ഞ് ഹരീഷും സുഭാഷും അങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങളൊക്കെ കൂടി നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്, അതാ നേരത്തെ കാണണ്ടെന്ന് പറഞ്ഞതെന്ന് സുഭാഷും പറയുന്നുണ്ട്. ഒരു കാര്യവുമില്ല സുഭാഷേട്ടാ, ഈ മനുഷ്യന് എന്ത് ചെയ്തു കൊടുത്താലും നമ്മൾ ചെയ്തത് തെറ്റാണെന്നേ പറയൂ. ഹരീഷ് പറയുമ്പോഴേക്കും ചേടാ നീ കുറെ നേരമായല്ലോ എന്നെ ചൊറിയാനായിട്ട് വരുന്നത്. എന്തടാ ഞാൻ കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് നിനക്ക് പിടിച്ചില്ലേ എന്ന് സുധീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ദേ ഒരുമാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ചേട്ടനാണെന്നും ഞാൻ നോക്കില്ല, അടിച്ച് പല്ല് ഞാൻ താഴെയിടും എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും എന്ന് അടിക്കടാ വാടാ എന്ന് പറഞ്ഞ് സുധീഷ് അവന്റെ നേരെ ചെല്ലുമ്പോഴേക്കും മതി മതി എന്താടാ ഈ കാണിക്കുന്നേ, ഡാ ഒരാൾ അകത്തുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണ്ടേ എന്ന് സുഭാഷ് അവനെ വഴക്കു പറയുന്നുണ്ട്. അതോർത്തോണ്ടാ ഞാൻ ഇവനെ ഒന്നും ചെയ്യാതിരിക്കുന്നത്, ചുമ്മാ നെഗറ്റീവ് അടിക്കുന്നത് ഇവനാണെന്നേ. അതൊക്കെ പോട്ടെ, പറ എന്താ സർപ്രൈസ് എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ് സുഭാഷും ഹരീഷും കൂടി അവനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് നികേഷും പറയുന്നുണ്ട്. സുധീഷ് ആ റൂമിന്റെ ഡോർ തുറക്കുമ്പോഴേക്കും റൂമിൽ അവർ ഒരുക്കിയ ആ മണിയറ കണ്ട് ഞെട്ടലോടെ നിൽപ്പുണ്ട്. കട്ടിലും ബെഡുമെല്ലാം പൂ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അരികെ തന്നെ ഒരു ടീപ്പോയിൽ ഫ്രൂട്ട്സും പാലുമെല്ലാം ഇരിപ്പുണ്ട്. അതെല്ലാം കണ്ട് ആദ്യോടെ സുധീഷ് നിൽക്കുമ്പോഴേക്കും ഹരീഷേ ഡാ ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, നാണം വരുന്നു എന്ന് സുഭാഷ് ഹരീഷിനോടായി പറയുമ്പോഴേക്കും ഇതൊക്കെ ആരുടെ ഏർപ്പാടാണെന്നാ പറഞ്ഞേ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഐഡിയ ഞങ്ങളുടേതൊക്കെ തന്നെയാ, പക്ഷേ ഇതൊക്കെ ചെയ്തത് ഇവനും ഇവന്റെ ഫ്രണ്ട്സും കൂടെയാ എന്ന് ഹരീഷിനെ അഭിനന്ദിച്ചോണ്ട് സുഭാഷ് പറയുമ്പോഴേക്കും എന്തുപറ്റി, ഇഷ്ടായില്ലേ? സമയം കുറച്ചേ കിട്ടിയുള്ളൂ അതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിലും കൊഴുപ്പിച്ചേനെ എന്ന് ഹരീഷും പറയുന്നുണ്ട്. സുധീഷ് അതെല്ലാം കണ്ട് ആകെ അങ്കലാപ്പോടെ സുഭാഷ് ഏട്ടാ ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോഴേക്കും എന്താടാ ഇതൊന്നും ഇഷ്ടായില്ലേ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഞാനല്ലേ ചെയ്തത്, അതുകൊണ്ട് ഇഷ്ടായി കാണില്ല എന്ന് ഹരീഷ് പറയുമ്പോ അയ്യോ അതല്ലടാന്ന് വെപ്രാളത്തോടെ സുധീഷും പറയുന്നുണ്ട്. എടാ ഇത് കാണാൻ നന്നായിട്ടുണ്ടല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ നന്നായിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഈ സമയത്ത് വേണ്ട ഏട്ടാ എന്ന് സുധീഷും പറയുന്നുണ്ട്. എടാ ഹരീഷെ സത്യമായിട്ടും നീ ചെയ്തോണ്ടല്ല, നീ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഞാനും ആ കുട്ടിയും ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല. മനസ്സിലായില്ലേ സുഭാഷ് ഏട്ടാ, ഈ കല്യാണം അവളുടെ വീട്ടിൽ ആർക്കും പിടിച്ചിട്ടില്ല. ഞങ്ങൾ ഇറങ്ങിപ്പോന്നു എന്നറിഞ്ഞപ്പോഴേ അവളുടെ വീട്ടിലെ ഗുണ്ടകള് ഞങ്ങളെ കൊല്ലാൻ വരെ നോക്കിയതാ. രക്ഷയില്ലാണ്ട് വന്നപ്പോഴാ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറിയത്. അവിടെയും അവളുടെ അച്ഛൻ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്നറിയോ? സത്യം പറഞ്ഞ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയോണ്ടാ എനിക്ക് നിങ്ങളെ വിളിച്ച് പറയാൻ പറ്റാഞ്ഞത്. നീ എന്റെ മകളെയല്ല, ഇങ്ങനെയൊരു അച്ഛൻ നിനക്കില്ലെന്ന് ശപിച്ചിട്ടാ അയാൾ ഇറങ്ങിപ്പോയത്. രാത്രി അവളുടെ ചേട്ടൻ വന്ന് കാണിച്ചിട്ട് പോയത് സുഭാഷ് ചേട്ടൻ കണ്ടതല്ലേ. ഇതൊക്കെ കൊണ്ട് അവൾ ആകെ തകർന്നിരിക്കുകയാടാ. ഈ ഒരു അവസ്ഥയിൽ അവൾ ഇതൊക്കെ കണ്ടാൽ അവൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ചേട്ടാ അവളുടെ മാനസികാവസ്ഥ ഞാൻ മൈൻഡ് ചെയ്തിരുന്നില്ല എന്നല്ലേ വിചാരിക്കുക അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ ആഘോഷം കാണിക്കുന്നത് തെറ്റാ സുഭാഷ് ചേട്ടാ എന്നവൻ ടെൻഷനോടെ പറയുമ്പോൾ ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എടാ ഇതൊന്നും നിന്റെ തെറ്റല്ല, സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയതുകൊണ്ടാ. എടാ നിങ്ങൾ ചെയ്തതിലൊക്കെ എനിക്ക് താങ്ക്സ് ഉണ്ട്, പക്ഷേ ഞാൻ ഇതൊക്കെ എടുത്തു മാറ്റാൻ പോവാ, എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് എന്ന് സുധീഷ് പറയുമ്പോൾ എടാ ഇത് നല്ല ഭംഗിയുണ്ടല്ലോടാ, മാറ്റണമെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. സുധീഷേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട്, നമുക്കിത് മാറ്റാം എന്ന് ഹരീഷ് കൂടി സമ്മതിക്കുമ്പോഴേക്കും എല്ലാവരും ചേർന്ന് ബെഡിൽ വിരിച്ച പൂവും അലങ്കരിച്ച പൂക്കളുമെല്ലാം മാറ്റുന്നുണ്ട്. അവരുടെ അച്ഛൻ ഭാസ്കരനും ഉമ്മറത്തെ കട്ടിലിരുന്ന് ഒരു പ്രണയഗാനം പാടിക്കൊണ്ടിരിക്കുക. അവിടെ നിധിയുടെ അച്ഛൻ രാജീവനെ എല്ലാവരും ചേർന്ന് സ്ട്രക്ചറിൽ കിടത്തി ഒരു ഹോസ്പിറ്റലിലൂടെ കൊണ്ടുപോയിക്കൊണ്ട് അദ്ദേഹത്തെ ICUവിലേക്ക് കയറ്റുമ്പോഴേക്കും ഹേമയും നെഞ്ചത്ത് കൈവച്ച് നിലവിളിക്കുന്നുണ്ട്. ഹേമയെ ആശ്വസിപ്പിച്ച് സാന്ദ്രയും അവളുടെ അച്ഛനും കൂടെ തന്നെയുണ്ടേ. അവിടെ സുഭാഷിന്റെ വീട്ടിൽ റൂമെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് സുധീഷ് നിധിയും കൊണ്ട് ആ റൂമിലേക്ക് വരുന്നുണ്ട്. അവൾ ബാഗെല്ലാം അവിടെ വെച്ചോണ്ട് മണം പിടിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും എന്തോ മണം പിടിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞോണ്ട് എന്താണെന്ന് സുധീഷ് അവളോടായി ചോദിക്കുന്നുണ്ട്. എന്തോ ഒരു പൂവിന്റെ മണം എന്ന് നിധി പറയുമ്പോൾ സുധീഷും മണം പിടിച്ചോണ്ട് എനിക്കൊന്നും തോന്നുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്.
അപ്പോഴാണ് അവിടെ ഒരു ടേബിളിൽ ചുരുട്ടി വെച്ച മുല്ലപ്പൂ നിധി കാണുന്നത്. അത് കാണുന്ന സുധീഷും വെപ്രാളത്തോടെ, അതെ, ഈ മുറിക്ക് ഒരു പഴയ സ്മെല്ലുണ്ടായിരുന്നേ, അത് പോവാൻ വേണ്ടിയിട്ട് വെച്ചതാ, ആണെങ്കിൽ എടുത്ത് മാറ്റാട്ടോ, ഇപ്പൊ എടുക്കാമെന്ന് പറഞ്ഞ് അവനത് എടുക്കാനായി തുടങ്ങുമ്പോഴേക്കും വേണ്ട, അവിടെ ഇരുന്നോട്ട് എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേൾക്കെ സന്തോഷത്തോടെ താങ്ക്സ് എന്നവൻ പറയുമ്പോഴേക്കും എന്തിനെന്ന് നിധിയും, വെറുതെ, പിന്നെ കുടിക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ടേ, വേറെ എന്തെങ്കിലും എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഒന്നും വേണ്ട, നിങ്ങൾ പോയി കിടന്നോളൂ എന്ന് നിധിയും പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ചിരിയോടെ, അയ്യോ അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയില്ലല്ലോ, പോയി ഉറങ്ങിക്കോളൂ എന്ന് നിധിയും, അയ്യോ അത് കുഴപ്പമില്ല, ഇയാൾ കിടന്നോ, ഞാൻ ഉറങ്ങിക്കോളാം എന്ന് സുധീഷ് ചിരിയോടെ പറയുമ്പോഴേക്കും ഇയാൾ പോയാലേ എനിക്കുറങ്ങാൻ എന്ന് നിധി പറഞ്ഞു നിർത്തുന്നുണ്ട്. അതെ അതെ പോവാട്ടോ എന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും അതേന്ന് നിധി പിറകിന്ന് വിളിക്കുന്നുണ്ട്. സുധീഷും സന്തോഷത്തോടെ എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നാളെ രാവിലെ തന്നെ ഹോസ്റ്റലിലേക്ക് മാറല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് മാറാം, എന്തായാലും മാറാം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടോന്നറിയാം, പക്ഷേ ഇതുകൂടി ചെയ്ത് കിട്ടിയ എന്ന് നിധി പറയുമ്പോഴേക്കും അത് ഞാൻ ചെയ്യാതിരിക്കോ, ഉറപ്പായിട്ടും ചെയ്യും, നാളെ രാവിലെ എഴുന്നേറ്റ ആദ്യത്തെ പണി അതാ എന്ന് സുധീഷും പറയുന്നുണ്ട്. കാശെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തരാം, ഞാനെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നിധി പറയുമ്പോ എന്താടോ ഇങ്ങനെ, ഞാൻ ഇയാളെ ഒരു വലിയ സംഭവമായിട്ട് കാണുമ്പോ ഇയാൾ എന്നെ ഇപ്പോഴും ഒരു ഡ്രൈവറായിട്ട് കൊണ്ടു നടക്കുന്നു എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതല്ല, ഞാൻ കാരണം ഇയാൾക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായി, വീട്ടിലും നാട്ടിലും ഇയാൾക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും എനിക്ക് പരിഹരിക്കാൻ പറ്റില്ല, ലിസ് പണമെങ്കിലും തിരിച്ചു തരാലോ എന്നവൾ പറയുമ്പോ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ രാവിലെ പോയി ഹോസ്റ്റലിൽ കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം, ഓക്കെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എന്ന് നിധി പറയുന്നുണ്ട്. ശരി എന്നാ എന്ന് പറഞ്ഞ് സുധീഷ് പോവാനായി തുടങ്ങുമ്പോഴേക്കും വീണ്ടും നിധി അവനെ പിറകിന്ന് വിളിച്ച് നിങ്ങളുടെ വീട്ടുകാരോട് സത്യം ഇന്ന് തന്നെ പറയണം, അവരെല്ലാം വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക, അവരെ അങ്ങനെ പറ്റിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്നുണ്ട്. അത് പറയാലോ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് ഒരക്ഷരം പോലും ചോദിച്ചിട്ടില്ല, നിങ്ങളോടും ചോദിച്ചിട്ടില്ല, എന്നോടും ചോദിച്ചിട്ടില്ല, അത് നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാവും, അതുകൊണ്ട് തന്നെ നമ്മൾ അവരെയും വിഷമിപ്പിക്കാൻ പാടില്ല, ഇന്ന് തന്നെ അവരോട് പറയണം പ്ലീസ് എന്നവൾ പറയുമ്പോഴേക്കും പറയാമെന്നേ, അവരോട് ഉറപ്പായിട്ടും പറയാം, ഇയാളെന്തായാലും പോയി കിടന്നോ എന്ന് പറഞ്ഞവൻ പോവാൻ തുടങ്ങുമ്പോഴാണ് നിധി കട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഞെട്ടി എണീക്കുന്നത്. ഇന്ന് എന്തു പറ്റിയെന്നവൻ ചോദിക്കുമ്പോഴേക്കും അവൾ എണീറ്റുകൊണ്ട് ഒന്നുമില്ലെന്ന് പറയുന്നുണ്ട്. അത് ഈ പഴയ കട്ടിലാണേ, അതിന്റെയാ, പേടിക്കണ്ട കേട്ടോ, ഒന്നും സംഭവിക്കില്ല, പോങ്ങാ, പിന്നെ AC ഒന്നുമില്ല, ചുറ്റും മരങ്ങളായോണ്ടേ അതിന്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല, ഇനിയിപ്പോ അഥവാ ചൂട് തോന്നുകയാണെങ്കിൽ ആ ജനൽ അങ്ങ് തുറന്നിട്ടോ, നല്ല കാറ്റ് കിട്ടും, അപ്പോ ശരി ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവൻ പോയി കഴിയുമ്പോഴേക്കും അവൾ ആ ഡോർ ചാരിക്കൊണ്ട് ലോക്ക് ചെയ്യാനായി തുടങ്ങുമ്പോഴേക്കും കേടായ ആ കുറ്റിയിടാൻ പറ്റുന്നില്ലായിരുന്നു. ഈശ്വര, ഇത് അടയ്ക്കാനും പറ്റുന്നില്ലേ, ഇനി എന്തു ചെയ്യും എന്ന് ടെൻഷനോട് ആലോചിച്ചുകൊണ്ട് അവളും നിൽപ്പുണ്ട്. പിന്നീട് തലേണയും ബെഡ്ഷീറ്റും ഒക്കെയായി ചേട്ടന്മാരുടെയും അനിയന്മാരും കിടക്കുന്നിടത്തേക്ക് എത്തുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത്. അവനെ കണ്ട് എന്താടാ എന്തു പറ്റിയെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അല്ല, എനിക്ക് കിടക്കണം, കുറച്ച് സ്ഥലം വേണം, നീങ്ങിക്കിടക്കെന്ന് സുധീഷും പറയുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ കിടക്കുന്നേ, എടാ അവിടെ പോയി കിടക്കടാ എന്ന് സുഭാഷ് അവനെ വഴക്കു പറയുന്നുണ്ട്. ഇന്ന് ഞാൻ ഇവിടെയാ കിടക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞ് അവൻ ആ പായിലേക്ക് ഇരിക്കുമ്പോഴേക്കും അതെന്താന്ന് അമ്പരപ്പോടെ സുഭാഷും ചോദിക്കുന്നുണ്ട്. അതെന്താ അവിടെ ഏട്ടത്തിയമ്മ ഒറ്റയ്ക്കല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്നല്ലേ പറഞ്ഞത്, അത് വിട്ടേക്കെന്ന് സുധീഷും പറയുന്നുണ്ട്. അവരെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇങ്ങനെന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ഹരീഷ് കൂടി ചോദിക്കുമ്പോൾ എടാ ഞാൻ പറഞ്ഞില്ലേ അവളുടെ വീട്ടുകാരുടെ കാര്യം, അവളുടെ മനസ്സ് ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കുക എന്ന് സുധീഷ് പറയുമ്പോൾ അപ്സെറ്റ് ആയിരിക്കുമ്പോഴാ ഒറ്റയ്ക്കാക്കി പോരാൻ പാടില്ലാത്തത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതല്ലടാ, ഈ പറഞ്ഞതുപോലെ കല്യാണം ഞാൻ ചടപടാന്ന് ചെയ്തത് ശരിയാ, പെട്ടെന്ന് വിളിച്ചു പറയാൻ പറ്റിയില്ല, എനിക്ക് നിങ്ങളോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല എന്നവൻ പറയുമ്പോഴേക്കും എടാ അതെ, അതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം, നീ പോയി കിടക്കാൻ നോക്കെന്ന് സുഭാഷും. അത് സമ്മതിച്ചോണ്ട് അവൻ അവിടെ തന്നെ കിടക്കാൻ തുടങ്ങുമ്പോഴേക്കും ഇവിടെയല്ല അവിടെ എന്ന് അവനെ തടഞ്ഞുകൊണ്ട് സുഭാഷും പറയുന്നുണ്ട്. പരിചയമില്ലാത്ത വീടാ, ഒറ്റയ്ക്ക് കിടക്കാൻ പേടിക്കേണ്ടെന്ന് ഹരീഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും എടാ ഇന്നലെ രാത്രി മുഴുവൻ അത് ഉറങ്ങിയിട്ടില്ല, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആയിരുന്നു, ഗുണ്ടകള്, കാറ്, ചേസിങ്, പാവം കുറച്ചു നേരം തനിയെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് സുധീഷും പറയുന്നുണ്ട്. ശരി ഏട്ടാന്ന് പറഞ്ഞോണ്ട് നികേഷ് ചോദിക്കുന്നുണ്ട്. അല്ല സുധീഷ് ഏട്ടാ, നിങ്ങളെ ഏട്ടത്തമ്മയെ കണ്ടിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതിനിടയ്ക്ക് ഇങ്ങനെ ഷടേന്ന് കല്യാണം നടന്നതെന്ന്. അപ്പോഴേക്കും ഹരീഷും അവനോടായി പറയുന്നുണ്ട്. ഡാ നീ അടി കൊണ്ട് ഗുളിക കഴിച്ചേക്കുമല്ലേ, മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ നോക്കെന്ന്. അത് കണ്ട് സുധീഷും അല്ല എടാ ഹരീഷേ, ഞാൻ വന്നപ്പോൾ മുതൽ കാണുന്നതാ, നിനക്ക് എന്താടാ പ്രത്യേകിച്ചൊരു കനം, എന്താടാ വിഷയമെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എടാ ഒരു വാക്കു പോലും പറയാതെ പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ പിന്നെ ദേഷ്യം വരാതിരിക്കോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അല്ല ചേട്ടാ, സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു, അതാ
അല്ല സുഭാഷേട്ടനും ദേഷ്യം വന്നോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എനിക്ക് ദേഷ്യമൊന്നുമില്ല, പേടിയായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പേടി എന്തിനാന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. അതൊക്കെ വിട്, അതൊക്കെ കഴിഞ്ഞില്ലേ. സുധീഷേട്ടാ, എങ്ങനെയായിരുന്നു ഏട്ടത്തിമ്മയായിട്ടുള്ള പ്രേമം അത് പറ എന്ന് നികേഷും പറയുന്നുണ്ട്. എങ്ങനെ ഇത്ര പെട്ടെന്ന് കല്യാണത്തിലേക്ക് എത്തി എന്ന് അവൻ ചോദിക്കുമ്പോൾ അറിയാനുള്ള ആഗ്രഹത്തോടെ പറ എന്ന് സുഭാഷും പറയുന്നുണ്ട്. അവനും നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുമ്പോഴേക്കും എന്നിട്ട് എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. എന്നിട്ടെന്താ? എന്നിട്ട് ആ കങ്കാരുവിനെ വേണ്ടാന്ന് നിന്റെ ഏട്ടത്തിയമ്മയ്ക്ക് ഒരേ ശാഠ്യം എന്ന് സുധീഷ് പറയുമ്പോൾ കേട്ടിടത്തോളം അവനെ ആർക്ക് പിടിക്കും, തനി വട്ടൻ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അതാണ് അവളുടെ വീട്ടുകാർക്ക് അത് മനസ്സിലായിട്ടേ ഇല്ല. ആ സമയത്ത് ഒരാശ്വാസത്തിന് വേണ്ടി എന്നോട് കുറേശ്ശെ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഈ കുറേശ്ശെ ഇഷ്ടമായി മാറി. ഇഷ്ടം പിന്നെ പ്രണയമായി മാറി. പെട്ടെന്നൊരു ദിവസം രാത്രി അവൾ പറയാ, നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഏയ് വെറുതെ എന്ന് അത് കേട്ടോണ്ടിരുന്ന ഹരീഷും പറയുന്നു. വെറുതെയാണെങ്കിൽ അവള് കൂടെ ഇറങ്ങി പോരോടാ കഴുതേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷേട്ടൻ പറ എന്ന് നികേഷും പറയുന്നുണ്ട്. ഇയാളെ ഇങ്ങോട്ടാണോ പ്രപ്പോസ് ചെയ്ത് എന്ന് സംശയത്തോടെ ഹരീഷ് ചോദിക്കുമ്പോഴേക്കും അതേടാ, വീട്ടുകാര് കണ്ടുവച്ചിരിക്കുന്നത് നല്ല പണക്കാരൻ പയ്യനാണ്. ഞാൻ കുറെ കഷ്ടപ്പാടുള്ളൊരു സാധാരണക്കാരനാണോ. എന്റെ കൂടെ വന്ന നല്ലൊരു ജീവിതമായിരിക്കില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. അവൾക്ക് പക്ഷേ ഞാൻ തന്നെ മതി എന്നൊരു വാശി. പിന്നെ ഇവിടെ ഇരുന്ന ഇവരെല്ലാം കൂടി എന്റെ കല്യാണം നടത്തും, എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരേ പല്ലവി. നിന്നെ മനസ്സിൽ വെച്ചോണ്ട് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് ഒരേ കരച്ചിൽ. പിന്നെ എന്ത് ചെയ്യാൻ, നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു കുട്ടി വാശി പിടിക്കുമ്പോൾ പിന്നെ കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ. കൂട്ടുകാരനോട് വണ്ടി എടുത്തു വരാൻ പറഞ്ഞു, രാത്രി ചാടിച്ചു, പിന്നെ ഒറ്റ പാച്ചില് എന്നൊക്കെ സുധീഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും വാവ് എന്ന് നികേഷും പറയുന്നു. ആ സമയത്ത് എന്നോട് സുധീഷേട്ടന് പറയായിരുന്നില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എടാ പറയണ്ടെന്ന് മനഃപൂർവ്വം വിചാരിച്ചതല്ലടാ. ഈ സംഭവങ്ങള് ഒന്നിന്റെ പിറകെ ഒന്നായി വന്നോണ്ടിരിക്കുകയല്ലേ, ടൈം കിട്ടിയില്ല എന്ന് സുധീഷും പറയുന്നുണ്ട്. അവിടെ റൂമിൽ ടെൻഷനോടെ ഉറങ്ങാതെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.